നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും. തിരുവനന്തപുരം പ്രിൻസിപ്പൽസ് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കുന്ന പുതിയ തെളിവ് പരിശോധിച്ച വാദം കേട്ടാകും വിധി. ഇന്നലെ 1.5 മണിക്കൂറോളമാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷൻ കോടതിയിലെ അടച്ചിട്ട മുറിയിൽ വാദം നടത്തിയത്. യുവതിയെ നിരന്തരം പീഡിപ്പിച്ചെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പരാതിക്ക് പിന്നിൽ CPM BJP രാഷ്ട്രീയ ഗൂഢാലോചന ആണ് എന്ന രാഹുലിന്റെ വാദം തന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും ഗൂഢാലോചനയുണ്ടെന്നും യുവതിയുടെ സമ്മതത്തോടെയാണ് ഗർഭചിത്രം നടത്തുന്നത് എന്നുമായിരുന്നു രാഹുലിന്റെ വാദം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന നിർണായക ചോദ്യവും വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി കൂടി പരിഗണിച്ച പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിൽ KPCC തീരുമാനം എടുക്കും. പുറത്താക്കാൻ ധാരണയായെങ്കിലും കോടതി വിധി കേൾക്കണമെന്ന നിലയിലേക്ക് പാർട്ടി നേതൃത്വം എത്തുകയായിരുന്നു. അച്ചടക്ക നടപടി നീളുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. കോടതി വിധിക്ക് ശേഷം നേതാക്കൾ കൂടിയാലോചിച്ചാകും രാഹുലിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടില്ലെന്നും സൂചനയുണ്ട്. ഇന്നലെ നടന്നത് 1.5 മണിക്കൂർ നീണ്ട വാദമാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നലെ കോടതിയിൽ നടന്നത് 1.5 മണിക്കൂറോളം നീണ്ട അടച്ചിട്ട മുറിയിലെ വാദം. ഇതിനുശേഷമായിരുന്നു തുടർവാദത്തിനായി മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് മാറ്റിയത്. എന്നാൽ കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം നടന്നത്. വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മറ്റ് തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷനും വാദിച്ചു. നിലവിൽ 8 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന പ്രതിഭാഗം വാദിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പൊന്നും തന്നെ പറഞ്ഞില്ല. അപ്പോൾ കോടതിയുടെ നീക്കവും എന്താണ് എന്ന് വ്യക്തമായി കാണുമല്ലോ. ജഡ്ജി ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നിലപാട് തീർച്ചയായും വളരെ ശക്തവും വ്യക്തവുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ജഡ്ജിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ഇനി മണിക്കൂറുകൾക്കകം അറിയാം. സാധ്യത വളരെ കുറവാണ് രാഹുലിന് ജാമ്യം കിട്ടാൻ എന്നാണ് പറയുന്നത്. രാഹുലിന് ജാമ്യം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന അതേ സെക്കൻഡിൽ തന്നെ ഒരുപക്ഷെ രാഹുലിനെ പൂർണ്ണമായും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനും രാഹുലിന്റെ രാജി ആവശ്യപ്പെടാനും സാധ്യത ഏറെയാണ്.